കഴിഞ്ഞ ദിവസം ഇറാനിൽ നിന്ന് പുലർന്നുകൊണ്ടിരിക്കുന്ന അത്ഭുതകരമായ ഒരു പ്രവാചക പ്രവചനത്തെ സംബന്ധിച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ സംസാരിച്ചിരുന്നു. അതായത് ഷിയാക്കളും യഹൂദികളും കൈകോർക്കുന്ന ഒരു ചരിത്രം. ആ വീഡിയോ കണ്ടപ്പോൾ പലരും പല രൂപത്തിലാണ് പ്രതികരിച്ചത്. ചിലരുടെയൊക്കെ പ്രതികരണങ്ങളും കമൻറ്റുകളുമൊക്കെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ചിലർക്കൊക്കെ ഷിയാക്കളോട് അതല്ലെങ്കിൽ ഇറാൻ ഭരണകൂടത്തോടുള്ള അമിതമായ പ്രേമം കാരണം, അന്ധമായ അവരോടുള്ള ഭക്തി കാരണം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെപ്പോലും പുച്ഛിക്കുവാനും നിഷേധിക്കുവാനും അവർക്ക് യാതൊരു മടിയുമുണ്ടായില്ല. ചിലരൊക്കെ പറയുകയാണ്, ഇറാനിൻ്റെ മണ്ണിൽ ഒരു ദജ്ജാലിൻ്റെ കളിയും നടക്കുകയില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കളവാണോ? വേറെ ചിലർ പറയുകയാണ്, ഇതൊക്കെ കെട്ടുകഥകളാണ്, ഒരടിസ്ഥാനവുമില്ല, യാതൊരു അറിവുമില്ലാതെയാണ് ഈ നിലക്ക് സംസാരിക്കുന്നത്. വേറെ ചില ആളുകൾ ഇപ്പോൾ വലിയ നിലക്ക് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി മുസ്ലിമീങ്ങളുടെ നേതൃത്വം ഇറാൻ്റെ കയ്യിലാണ്. ഇറാൻ്റെ ആത്മീയ നേതാവ് ഖാംനായി, അദ്ദേഹമാണ് ഇനി ലോക മുസ്ലിമീങ്ങൾക്ക് മാതൃക എന്നൊക്കെ പലരും ഒരറിവോ അടിസ്ഥാനമോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് പോലും കൃത്യമായ ധാരണയോ ഇല്ലാതെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇത്തരക്കാരുടെ കയ്യിലുള്ള അറിവ്? ഒന്നുമില്ല. ഈ മീഡിയകളിലൂടെ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂസ്, അതിൽ വികാരഭരിതരായി എന്തൊക്കെയോ വൈകാരികമായ തലത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ കൃത്യമായ നിലക്ക് പഠിക്കാനോ അത് പറയുന്ന ആളുകൾ പറയുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണോ എന്നുപോലും പരിശോധിക്കാതെ അന്ധമായ ഒരു വികാരപ്രകടനമാണ് ചില മുസ്ലിമീങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. സങ്കടകരമാണത്. അതുകൊണ്ട് ഇപ്പോൾ യുദ്ധമൊക്കെ തണുത്തല്ലോ, ഇനി നമുക്ക് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ അവസരത്തിന് വേണ്ടി കാത്തിരുന്നത്. ലോകത്ത് ഷിയാക്കൾ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ചെയ്ത, അതല്ലെങ്കിൽ ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ചെയ്ത സംഭാവനകൾ എന്തൊക്കെയാണ് ഷിയാക്കൾ ചെയ്തത്, അല്ലെങ്കിൽ ഇറാൻ ഭരണകൂടം ചെയ്തത്? നമുക്കതൊന്ന് വിശദമായ നിലക്ക് പരിശോധിക്കണം. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നിഷ്പക്ഷമായി അവസാനം വരെ ശ്രവിക്കണമെന്ന് എല്ലാവരോടും ആവശ്യപ്പെടുകയാണ്. ഹിജറ 10-ാം നൂറ്റാണ്ട് വരെ ഇറാൻ ഒരു സുന്നി രാഷ്ട്രമായിരുന്നു. മുഫസ്സിറുകൾ, മുഹദ്ദിസുകൾ, ചരിത്രകാരന്മാർ തുടങ്ങി ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ സംഭാവന ചെയ്ത ഭൂപ്രദേശമാണത്. 6 പ്രമുഖ ഹദീസ് ഗ്രന്ഥങ്ങൾ സമാഹരിച്ചവർ ഇറാനികളോ പരിസരവാസികളോ ആണ്. ഇമാം റാസി, ഇമാം ഗസാലി, അബ്ദുൽ ഖാദിർ ജീലാനി, ഇമാം നസായി, ഇമാം തൊബരി തുടങ്ങിയ എണ്ണമറ്റ പണ്ഡിത പ്രതിഭകൾക്ക് ജന്മം നൽകിയ ഈ നാട് മജൂസി പാരമ്പര്യം പേറുന്ന ഷിയായിസത്തിൻ്റെ കേന്ദ്രഭൂമിയായി പരിണമിച്ചതിൻ്റെ ചരിത്രം നാം അറിയേണ്ടതുണ്ട്. മുസ്ലിം സമൂഹം കഴിഞ്ഞ 14 നൂറ്റാണ്ടുകൾക്കിടയിൽ നേരിട്ട കൊടിയ ദുരന്തങ്ങളിൽ ഒന്നാണ് ഇറാന്റെ സുന്നി പൈതൃകം തകർത്തെറിഞ്ഞ് അധികാരത്തിലേറിയ സഫവികൾ നടത്തിയ തേർവാഴ്ചകൾ. പണ്ഡിതന്മാരും സാധാരണക്കാരുമായ നിസ്സഹായരായ ജനതയെ ഉന്മൂലനം ചെയ്ത കഥ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ചരിത്രമൊക്കെ പഠിക്കാം. ഷിയാക്കൾ മുസ്ലിം ഉമ്മത്തിന് ചെയ്ത സംഭാവനകളാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്, അല്ലേ? ഒന്നാമത്തെ സംഭാവന നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്തോ. AD 1502 ഇന്നത്തെ ഇറാനിൽ സഫവികൾ ഭരണത്തിൽ വരുന്നത്. ആരാണ് ഈ സഫവികൾ? അമവി, അബ്ബാസി എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ഭരണകൂടത്തിൻ്റെ പേരാണ് സഫവി ഭരണകൂടം എന്ന് പറയുന്നത്. അവർ ഭരണത്തിൽ വരുന്നത് വരെ ഇറാൻ ഒരു അഹ്ലുസുന്ന രാജ്യമായിരുന്നു. ഇവർ ഭരണത്തിൽ വന്നതിന് ശേഷമാണ് ഇറാനിനെ മുഴുവനും ഷീവൽക്കരിക്കുന്നത്. എങ്ങനെയാണ് ഷീവൽക്കരിക്കുന്നത്? ആശയപ്രചാരണം നടത്തി ഇറാനിലെ മുഴുവൻ ജനങ്ങളെയും ഷിയാക്കളാക്കി മാറ്റുകയാണോ ചെയ്തത്? പക്ഷേ അവർ ചെയ്തത് എന്താണെന്നറിയോ? സഫവി ഭരണകൂടത്തിൻ്റെ സ്ഥാപകനായിരുന്നു ഷാഹ് ഇസ്മായിൽ. അയാൾ സുന്നി ഉന്മൂലനത്തിന് നേതൃത്വം നൽകിയ ഏറ്റവും ക്രൂരനായ ഭരണാധികാരിയായിരുന്നു. ഷാഹ് ഇസ്മായിലിൻ്റെ പേര് എൻ്റെ ശബ്ദം കേൾക്കുന്നവർ ഒരിക്കലും മറക്കരുത്. അയാൾ ചെയ്തിരുന്നത് എന്താണെന്നറിയോ? സുന്നി പണ്ഡിതന്മാരുടെ കബറിടങ്ങൾ മാന്തി അതിൽ നിന്നുള്ള അസ്ഥികൾ പുറത്തെടുത്ത് അഗ്നിക്കരയാക്കി അത് കണ്ട് രസിക്കുന്ന ഒരു വിനോദമായിരുന്നു ആർക്കുണ്ടായിരുന്നത്? ഷാഹ് ഇസ്മായിലിനുണ്ടായിരുന്നത്. ചരിത്രമൊന്നും നമ്മൾ മനസ്സിലാക്കണമല്ലോ. ഇത് ഷിയാക്കൾ വലിയ സംഭവമായി കൊണ്ട് നടക്കുന്ന ആളുകൾ കുറച്ച് ചരിത്രമൊക്കെ പഠിക്കണം. 1502 ഷാഹ് അബ്ദുൽ അസീസ് ഇതേ ഭരണകൂടത്തിലെ മറ്റൊരു ഭരണാധികാരിയാണ്. അദ്ദേഹം അധികാരം പിടിച്ചത് മുതൽ AD 1724 വരെ ഇന്ന് കാണുന്ന ഇറാനിൽ സഫവികളുടെ കിരാത ഭരണമാണ് നിലനിന്നത്. എന്താ അവർ ചെയ്തതെന്നറിയോ? അവർ ചെയ്തത് ഒരുപാട് പറയാനുണ്ട്. ചുരുങ്ങിയ സമയത്തിനുള്ളിലൊന്നും എനിക്ക് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. പ്രധാനപ്പെട്ട ചിലത് മാത്രം ഞാൻ പറയാണ്. തബരീസ് എന്ന് പറയുന്ന ഇറാനിലെ പ്രഗത്ഭമായ അതല്ലെങ്കിൽ അറിയപ്പെടുന്ന നഗരം അവർ പിടിച്ചടക്കുകയും അത് ഞങ്ങളുടെ ഭരണത്തിൻ്റെ തലസ്ഥാനമാണ് എന്ന് പ്രഖ്യാപിക്കുകയും എന്നിട്ട് 1,40,40,000 സുന്നികളെ തെബരീസിൽ അവർ കൂട്ടക്കൊല ചെയ്തു.
നോട്ട് ചെയ്തു വെച്ചോ. 1,40,000 സുന്നികളെയാണ് തെബരീസിൽ വെച്ച് കൂട്ടക്കൊല ചെയ്തത്. ഈ ഷാഹ് അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ഭരണാധികാരിയില്ലേ, അയാൾ എന്താ ചെയ്തിരുന്നതെന്നറിയോ? അയാളുടെ സൈന്യത്തെ ഓരോ ഗ്രാമങ്ങളിലും വീടുകളിലേക്ക് പറഞ്ഞയക്കും. എന്നിട്ട് ആ വീട്ടിലുള്ളവർ, ആ വീട്ടുകാർ സുന്നികളാണെന്ന് തിരിച്ചറിഞ്ഞാൽ ആ വീട് തന്നെ അഗ്നിക്കിരയാക്കും. ഇതായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെയാണ് ഇറാൻ എന്ന് പറയുന്ന ഇന്ന് കാണുന്ന ആ രാജ്യത്തെ ഷീവൽക്കരിച്ചത്. അവിടെയുള്ള സുന്നികളെ കൊന്നുതള്ളിയും കൊള്ളയടിച്ചും നശിപ്പിച്ചുമാണ് അവരെന്ത് ചെയ്തത്? ഈ രാജ്യത്തെ അല്ലെങ്കിൽ ഇറാനെ ഈ രൂപത്തിലാക്കുന്നത്. ഇവർക്ക് ലോകത്ത് അഹ്ലുസുന്നയോട് സ്നേഹമുണ്ടാകുമെന്നും സുന്നികളുടെ മോചനത്തിന് വേണ്ടി, അതല്ലെങ്കിൽ ഫിലസ്തീനിന്റെ മോചനത്തിന് വേണ്ടി അവർ പണിയെടുക്കും എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ അല്പം പ്രയാസമുണ്ട്. അതുകൊണ്ട് ചരിത്രം നിങ്ങൾ കുറച്ച് പഠിക്കണം. ഇപ്പോൾ ഈ സഫവി ഭരണകൂടത്തിന്റെ സ്ഥാപകനായിരുന്ന ഷാഹ് ഇസ്മായിൽ ഉണ്ടല്ലോ, അയാളുടെ ആദ്യത്തെ സൈനിക നടപടി ഉണ്ട്. അതൊന്ന് വായിച്ചു നോക്കണം ചരിത്രത്തിൽ. 7,000 സൈന്യവുമായി ഇറാനിലെ ഷിർവാൻ എന്ന് പറയുന്ന നഗരം അയാൾ ആക്രമിക്കുകയാണ്. അങ്ങനെ അവിടെയുള്ള സുന്നികളെ മൊത്തം കൊന്നൊടുക്കി. എന്നിട്ട് അവരുടെ തലയോട്ടികൾ കൊണ്ട് ഇയാളൊരു മിനാരമുണ്ടാക്കി തൻ്റെ വിജയം ആഘോഷിക്കുകയും, ഈ കൊല്ലപ്പെട്ട മനുഷ്യർ വിട്ടേച്ചു പോയ ധനം അത് അശുദ്ധമാണ്, സുന്നികളുടെ ധനം നമുക്ക് എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അത് നദിയിലേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആർക്കാ ചരിത്രം അറിയാം? ഈ ന്യൂസിൽ, മീഡിയ വണ്ണിൽ, അതേപോലുള്ള ചില ന്യൂസ് ചാനലുകളിൽ വരുന്ന ചില വാർത്തകളല്ലാതെ വേറെന്താ നമുക്കറിയാം? അതുകൊണ്ട് ഇന്ന് നടക്കുന്നത് എന്താണ്, ഇറാൻ ചെയ്തത് എന്താണെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. പക്ഷേ ആദ്യം കുറച്ച് സംഭാവനകൾ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഇനി മാത്രമല്ല, ഈ ഷാഹ് ഇസ്മായിൽ ഉണ്ടല്ലോ, അയാൾ ഇങ്ങനെ ഇറാനിലെ ഓരോ പ്രദേശങ്ങളും ജയിച്ചടക്കി അവിടെയൊക്കെ ഷീവൽക്കരിച്ച് വിജയശ്രീലാളിതനായി അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, തെബരീസ് നഗരത്തിൽ അയാൾ പ്രവേശിച്ചു. ഒരു വ്യാഴാഴ്ച ദിവസമാണ് തെബരീസ് നഗരത്തിൽ പ്രവേശിച്ചത്. അടുത്ത ദിവസം വെള്ളിയാഴ്ചയാണ്. അങ്ങനെ തെബരീസിലെ പ്രഗത്ഭമായ സുന്നികളുടെ ഒരു പള്ളിയിൽ അയാൾ എന്ത് ചെയ്തു, വെള്ളിയാഴ്ച ചെന്നു. അയാളുടെ സൈന്യമുണ്ട്. എങ്ങനെ വരുന്നതെന്നറിയോ? പള്ളിയിൽ പ്രവേശിച്ച് ഓരോ ഈരണ്ടാൾക്കിടയിലും ഒരു സൈന്യാധിപനുണ്ട്. അങ്ങനെ അയാൾ വെള്ളിയാഴ്ച മിമ്പറിൽ കയറിയിട്ട് ഒരു മുഖവിരയും ഒന്നുമില്ലാതെ ഇയാൾ പറഞ്ഞു, ഈ തമ്മാടിയായ മനുഷ്യൻ പറഞ്ഞു, ഷാഹ് ഇസ്മായിൽ എന്ന് പറയുന്ന ക്രൂരനായ, സുന്നികളെ മുഴുവനും കൊന്നൊടുക്കിയ ഷിയാക്കളുടെ നെടുംതൂണായ സഫവി ഭരണകൂടത്തിന്റെ സ്ഥാപകൻ, അയാൾ പറഞ്ഞത് എന്താണെന്നറിയോ? തബറഉ മിനസ്സുന്നിയീൻ വൽഅനു അബൂബക്കർ വഉമർ വഉസ്മാൻ. ഈ പള്ളിയിൽ കൂടിയ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും സുന്നികളിൽ നിന്ന് ഒഴിവാകണം, അഹ്ലുസുന്നിയാകാൻ പാടില്ല. മാത്രമല്ല, നിങ്ങൾ അബൂബക്കറിനെയും ഉമറിനെയും ഉസ്മാനെയും ശപിക്കുകയും ശാപപ്രാർത്ഥന നടത്തുകയും ചെയ്യണമെന്ന് പറഞ്ഞു മിമ്പറിൽ വെച്ച്. അത് വിസമ്മതിച്ചു സുന്നികളായ കുറെ ആളുകൾ. ആ മുഴുവൻ മനുഷ്യരെയും അവിടെ വെച്ച് തന്നെ, പള്ളിക്കകത്ത് വെച്ച് തന്നെ തലവെട്ടി കൂട്ടക്കൊല ചെയ്തു എന്നതാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ചരിത്രം നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ആ ജുമഅ നടക്കുന്ന പള്ളി അത് മാറ്റപ്പെട്ടു. ഇലാ ബറകത്തിൻ മിനദ് ദമ, രക്തപങ്കിലമായ ഒരു കുളമായി രക്തം ചാലിട്ടൊഴുകാൻ തുടങ്ങി. ആയിരക്കണക്കിന് മനുഷ്യരെ പള്ളിക്കകത്ത് വെച്ച് തലവെട്ടി. എന്തേ? അവർ ചെയ്ത കുറ്റം, മഹാന്മാരായ സ്വഹാബിമാരായ അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ, അഹ്ലുസുന്നത്തിന്റെ നേതാക്കളെ അവരെ ശപിക്കാൻ അവർ തയ്യാറായില്ല. അതിന്റെ പേരിൽ കൊന്നു എന്നാണ്. ഇതൊക്കെ ഞാൻ വെറുതെ പറയുന്ന ചരിത്രമല്ല. ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാം, നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം, ആധികാരികമായ പുസ്തകങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം. അപ്പൊ ഞാൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഇറാൻ അസ്സഫവിയ കൈഫ സാറൽ ഇറാനിയൂൻ ഷിയ അസ്സഫവിയ എന്ന് പറയുന്ന ഈ പുസ്തകം വായിച്ചു നോക്കുക. അറബി അറിയുന്നവർക്ക് കൃത്യമായി ഈ കൊന്നുതള്ളിയ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, പ്രഗത്ഭനായ ചരിത്രകാരൻ നിക്കി കെഡ്ഡി എന്ന് പറയുന്ന ചരിത്രകാരൻ, അദ്ദേഹത്തിന് ഇറാനുമായി ബന്ധപ്പെട്ട പല പഠനങ്ങളുമുണ്ട്. അതിൽ 1-2 പുസ്തകങ്ങൾ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇറാൻ ആൻഡ് മുസ്ലിം വേൾഡ്, റെസിസ്റ്റൻസ് ആൻഡ് റവല്യൂഷൻ എന്ന് പറയുന്ന ഈ പുസ്തകം, ഇത് വായിച്ചാലും നിങ്ങൾക്ക് ഈ ചരിത്രം കാണാൻ കഴിയും. അതേപോലെ തന്നെ റിലീജിയൻ ആൻഡ് റബല്യൻ ഇൻ ഇറാൻ എന്ന് പറയുന്ന ഈ പുസ്തകം വായിച്ചാലും നിങ്ങൾക്ക് ഇത്തരം സംഗതികളെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാകും. ഇപ്പോൾ മനസ്സിലായില്ലേ, ഇവർ മുസ്ലിം സമൂഹത്തിൻ്റെ സംരക്ഷകരാണോ അതോ മുസ്ലിം സമൂഹത്തിൻ്റെ കൊലയാളികളാണോ എന്ന്? ഇവർ നൽകിയ സംഭാവനയുടെ ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ബാക്കിയുള്ള ഉദാഹരണം നമുക്കിനിയും പരിശോധിക്കാം. AD 1507 ഇറാഖിൽ ഷാഹ് ഇസ്മായിൽ ആക്രമിച്ചു കടന്ന് ഭീകരതാണ്ഡവമാടി. കണ്ണിൽ കണ്ടവരെ മുഴുവനും വെട്ടിവീഴ്ത്തി. സുന്നി പണ്ഡിതരെയും ഗുരുക്കന്മാരെയും തിരഞ്ഞു പിടിച്ചു കൊന്നു. ഇമാം അബൂ ഹനീഫയുടെയും ഷെയ്ഖ് ജീലാനിയുടെയുമൊക്കെ ഖബറുകൾ മാന്തി മൂത്രമൊഴിക്കാൻ തെമ്മാടികളെ ഏർപ്പാടാക്കി. പള്ളികൾ, മദ്രസകൾ, ചരിത്ര സ്മാരകങ്ങൾ എല്ലാം തകർത്തു. ഷാഹ് ഇസ്മായിൽ 10 ലക്ഷത്തിൽ പരം സുന്നികളെയാണ് കൊലപ്പെടുത്തിയത്. 221 വർഷത്തെ
കിരാത ഭരണത്തിന് ശേഷം 1722 സഫവി ഭരണകൂടത്തിന് അന്ത്യം കുറിച്ചു. AD 1979 ആയത്തുള്ള ഖുമൈനിയുടെ നേതൃത്വത്തിൽ രണ്ടാം സഫവി ഭരണകൂടം ഇറാനിൽ നിലവിൽ വന്നു. ഇറാനിലെ സുന്നികളെ അടിച്ചമർത്താനും അയൽ രാഷ്ട്രങ്ങളുടെ സമാധാന ജീവിതം തകർക്കാനും അത് കാരണമായി. 1979 ഖുമൈനിയുടെ നേതൃത്വത്തിലുള്ള വിപ്ലവത്തിൽ സുന്നികളും പങ്കെടുത്തിരുന്നു. വിപ്ലവാനന്തരം രൂപീകരിക്കപ്പെടുന്ന ഭരണകൂടത്തിൽ സുന്നികൾക്ക് തുല്യ പദവികൾ ലഭിക്കുമെന്ന് അവരെ ബോധ്യപ്പെടുത്തി. വിപ്ലവാനന്തരം രാഷ്ട്രത്തിന്റെ ഔദ്യോഗിക മതം ഇസ്ന അശ്രിയ എന്ന ഷീഈ ആശയധാരയാണ് എന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. എതിർത്തവരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി തിരഞ്ഞുപിടിച്ച് ജയിലിലടച്ചു. പിന്നെ തൂക്കിലേറ്റുകയും ചെയ്തു. 1988 മാത്രം 30,000 സുന്നി ചെറുപ്പക്കാരെ കഴുമരത്തിലേറ്റുകയുണ്ടായി. 1980 മുതൽ നീണ്ട 8 വർഷങ്ങൾ ഇറാൻ ഇറാഖ് യുദ്ധം അയൽ രാജ്യം പിടിച്ചെടുക്കാനുള്ള തങ്ങളുടെ ഐഡിയോളജിയുടെ ഭാഗമായിരുന്നു അത്. 2011 വരെ അയൽ രാജ്യങ്ങൾക്കെതിരിൽ നിഴൽ യുദ്ധം നടത്തി. ഷിയ വിശ്വാസിയായ ഏകാധിപതിയായ സിറിയയിലെ ബഷാറുൽ അസദിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ബഷാറുൽ അസദിന്റെ കിരാതമായ ഭരണത്തിന്റെ കീഴിൽ ഞെരിഞ്ഞമർന്ന് ജനങ്ങൾ സഹികെട്ടപ്പോൾ ജനകീയ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു സിറിയയിൽ. ഈ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഈ ക്രൂരനായ ഈ തെമ്മാടിയായ ഭരണാധികാരിയെ താങ്ങി നിർത്താൻ വേണ്ടി ഇറാൻ എന്താ ചെയ്തതെന്നറിയോ? ഇറാന്റെ മുഴുവൻ സൈനിക സംവിധാനങ്ങളെയും വിട്ടുകൊടുത്ത് ആ പാവപ്പെട്ട ജനങ്ങളെ, അവിടെയുള്ള അഹ്ലുസുന്നയെ ഇറാന്റെ ഒത്താശയോടുകൂടെ സഹായത്തോടുകൂടെ കൊന്നൊടുക്കി. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഇവർ ഫലസ്തീന്റെ രക്ഷയ്ക്ക് വരുമോ? നിങ്ങൾ ശരിക്കും മനസ്സിലാക്ക്. ഏതൊക്കെ സംവിധാനങ്ങളാണ് വിട്ടുകൊടുത്തതെന്നറിയോ? ഫൈലഖുൽ ഖുദ്സ് എന്ന് പറയുന്ന ഇറാന്റെ സംവിധാനം, ഇറാൻ നാഷണൽ ഗാർഡ് എന്ന് പറയുന്ന ഇറാന്റെ വലിയ സൈനിക സംവിധാനം, അതേപോലെ ലബനാനിലെ ഷിഈ സായുധ സംഘമായ ഹിസ്ബുള്ളയെ, യമനിലെ കലാപകാരികളായ ഹൂത്തികളെ, ഇവർക്കൊക്കെ ആയുധം കൊടുത്ത് സിറിയൻ ജനതയെ അടിച്ചമർത്തുകയും കൊന്നെടുക്കുകയും ആ നാട്ടിൽ നിന്ന് അവർക്ക് അഭയാർത്ഥികളായി പോകേണ്ടി വരികയും ചെയ്ത ദുരന്തം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ചരിത്രം നിങ്ങൾ ആരെങ്കിലും പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അവസാനിച്ചിട്ടില്ല. എന്നിട്ടും ആ ജനകീയ സമരത്തെ അടിച്ചമർത്താൻ സാധിക്കാതെ വന്നപ്പോൾ, അത് ശക്തിപ്പെട്ടപ്പോൾ എന്താ ചെയ്തതെന്നറിയോ? ഇറാൻ റഷ്യക്ക് പണം കൊടുത്തു. എന്നിട്ട് റഷ്യ സിറിയയിൽ ബോംബിട്ട് അവിടെയുള്ള അഹ്ലുസുന്നത്തിനെ ഉന്മൂലനാശം വരുത്തി. അതൊന്നല്ല, അതിൽ സങ്കടകരമായൊരു കാര്യം എന്താണെന്നറിയോ? റഷ്യ 2000-ൽ പരം പുതിയ ആയുധങ്ങളാണ് സിറിയയിൽ ഉപയോഗിച്ചത്. ആർക്കെതിരിൽ നിന്നറിയോ? നിരായുധരായ പാവപ്പെട്ട അഹ്ലുസുന്നത്തിനെ ഉന്മൂലനം ചെയ്യാൻ, കയ്യിലൊരായുധവുമില്ലാത്ത പാവപ്പെട്ട സുന്നികളെ കൊന്നെടുക്കാൻ 2000-ൽ പരം പുതിയ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് റഷ്യ അവിടെ കൊന്നൊടുക്കിയത്. ആരാ ചെയ്യിപ്പിച്ചത്? ഇറാനാണ് ചെയ്യിപ്പിച്ചത്. നിങ്ങൾക്കറിയോ കണക്ക്? സിറിയയിൽ ഇറാന്റെ ഒത്താശയോടുകൂടി എത്ര മുസ്ലിമീങ്ങളെയാണ് കൊന്നൊടുക്കിയതെന്ന്? ഇതാ കണക്ക് പിടിച്ചോ. 10 ലക്ഷം പേരെയാണ് കൊന്നത്. 10 ലക്ഷം പേരെയാണ് ബഷാറുൽ അസദ് ഇറാൻ ഭരണകൂടത്തിന്റെ സഹായത്തോടുകൂടെ കൊന്നൊടുക്കിയത്. 1.5 കോടി ജനത ആ നാട് വിട്ട് അഭയാർത്ഥികളായി പോകേണ്ടി വന്നു എന്ന് മാത്രമല്ല, 1000-ൽ പരം സുന്നി മസ്ജിദുകൾ ബോംബിട്ട് തകർത്തു. അതുകൊണ്ട് അവസാനിച്ചില്ല. 10,000-കണക്കിന് ജനങ്ങളെ ജയിലിലടച്ച് പീഡിപ്പിച്ചു. പ്രകാശം കാണാത്ത ഭൂമിക്കടിയിൽ അണ്ടർഗ്രൗണ്ടിൽ ജയിലുകൾ ഉണ്ടാക്കി ഒരുപാട് വർഷക്കാലം ആ ജയിലിനകത്ത് ലോകം കാണാതെ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് പോലും തിരിച്ചറിയാതെ അവിടെ കഴിഞ്ഞുകൂടേണ്ടി വന്ന പീഡനത്തിന്റെ കഥകൾ നിങ്ങൾക്കറിയോ സുഹൃത്തുക്കളെ? നമ്മൾ മനസ്സിലാക്കണമല്ലോ ഇതൊക്കെ, അല്ലേ? അവസാനം ബഷാറുൽ അസദിന്റെ ഭരണകൂടം താഴെ വീണപ്പോ നിങ്ങൾ കണ്ടില്ലേ വിഷ്വൽസ്? സിറിയയിലെ ജയിലുകളിൽ നിന്ന് പുറത്തു വരുന്ന പാവപ്പെട്ട മനുഷ്യരുടെ ഹൃദയം പൊട്ടുന്ന രംഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഏതാനും ചില രംഗങ്ങൾ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. وهم مقيدون بالسلاسل والأغلال ويساقون إلى الحظائر كالأغنام. شو كانوا يعذبوك؟ عذبوك كثير؟ بأي سجن أنت كنت تتذكر؟ سجن صيد ناية. صيد ناية. صيد ناية. يا ابني يحيى هذا حلف منك قول يا رب توكل على الله يا رب يا رب توكل على الله امي دنيا وفيها امي جوعنا كل من يديها شقد احب سوالف امي من رحت والحكيها
شلونك يا يما شلونك؟ رحلت وفي عيوني كل شوق إلى من طابت الدنيا معه وحيدا أشتكي بعدا وحزنا 2012 ഇറാഖികൾ ഷിയ ഭരണാധികാരി നൂരി അൽ മാലിക്കിയുടെ സുന്നി ഉന്മൂലനത്തിനെതിരിൽ നടത്തിയ സമാധാനപരമായ ധർണയ്ക്കെതിരെയും കൂട്ടക്കുരുതിയിലൂടെ പ്രതികാരം കാട്ടി. നൂരി അൽ മാലിക്കി 10 ലക്ഷം സുന്നികളെ ഇറാൻ ഭീകര ഗ്രൂപ്പുകളുടെ സഹായത്തോടെയാണ് കൊന്നൊടുക്കിയത്. ഇറാൻ ആത്മീയ നേതാവ് നേരിട്ടയച്ച ഖാസിം സുലൈമാനിയുടെ നേതൃത്വത്തിലായിരുന്നു ഇത്. ഇനി എത്ര വേണം? ഇവർ കൊന്നൊടുക്കിയ ചരിത്രം ഇനി എത്ര വേണം? ഒരുപാട് പറയാനുണ്ട്. ഞാൻ ചുരുക്കുകയാണ്. ഇനിയും നമ്മുടെ അടുത്ത അവസരങ്ങളിൽ നമുക്ക് പറയാം. സൗദിയിൽ പലയിടങ്ങളിൽ ഇവർ നിഴൽ യുദ്ധം നടത്തി. അതുകൊണ്ടാണ് സൗദിയും ഇറാനും തമ്മിലുള്ള ബന്ധം മുമ്പൊക്കെ വഷളായത്. മാത്രമല്ല, സൗദിയിലെ കിഴക്കൻ പ്രദേശങ്ങളിൽ ഭരണകൂടത്തിനെതിരെ കലാപം ഇളക്കിവിടുകയാണ് ഷിയാക്കൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്. മാത്രമല്ല, 1987 ഹജ്ജിനിടയിൽ ഇവർ പ്രകടനം നടത്തി, ഹജ്ജ് കുളമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷെ സൗദി അതൊക്കെ അടിച്ചമർത്തി. മാത്രമല്ല, യമനിലെ കലാപകാരികളായ ഹൂത്തികളെ ഇളക്കിവിട്ട് ഹറമിലേക്ക് മിസൈൽ തൊടുത്തുവിടുകയാണ്. മുസ്ലിമീങ്ങളുടെ ഖിബിലയായ പരിശുദ്ധ കഅബയെയും മസ്ജിദുൽ ഹറാമിനെയും തകർക്കാൻ വേണ്ടി നിരന്തരമായി ഹൂത്തികൾ മിസൈലുകൾ തൊടുത്തുവിടുകയാണ്. ആരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? ഇറാനാണ്. അതെ, മുസ്ലിമീങ്ങളുടെ രാജ്യങ്ങളും അവരുടെ ഖിബിലയും അവരുടെ ആരാധനാലയങ്ങളും ഒക്കെ തകർക്കുകയും എല്ലാം തങ്ങളുടേതായ ഐഡിയോളജിയുടെ കീഴിൽ വരുത്താൻ വേണ്ടി നിരന്തരമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവർ. എന്നിട്ട് ഇവർ ലോകത്ത് മുസ്ലിമീങ്ങളുടെ സംരക്ഷകരായി വരികയും എന്നിട്ട് കുറേ വികാരജീവികളായ ആളുകൾ ഇതിൽ പെട്ടുപോകുകയും ചെയ്യുന്നത് കാണുമ്പോൾ സങ്കടകരമായൊരു സംഗതിയാണ്. അതുകൊണ്ട് ചരിത്രം നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒന്നേ പറയാനുള്ളൂ, ഇറാന്റെ കൈകളിൽ ചോര പുരണ്ടിരിക്കുന്നു. എത്ര കഴുകിയാലും ആ ചോരയുടെ കറ മായ്ക്കാനാകുകയില്ല. അത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ പിന്നെ നിങ്ങളുടെ മനസ്സിൽ ഉള്ള ചോദ്യം, ഇപ്പോൾ ഇസ്രായേലിനെ ഇറാൻ ആക്രമിച്ചില്ലേ, അതുകൊണ്ട് ഇത് അറബ് രാജ്യങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമല്ലേ? അവിടെയും നമ്മൾ വിവേകത്തോടു കൂടെയാണ് കാര്യം മനസ്സിലാക്കേണ്ടത്. ഇറാൻ എപ്പോഴാണ് ഇസ്രായേലിനെ ആക്രമിച്ചത്? എപ്പോഴാണ് ആക്രമിച്ചത്? ഫലസ്തീൻ്റെ വിഷയത്തിലാണോ ആക്രമിച്ചത്? ഫലസ്തീനിൽ പാവപ്പെട്ട ജനങ്ങൾ വർഷങ്ങളായി വംശഹത്യയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കല്ലേ? എപ്പോഴെങ്കിലും ഇറാൻ നിങ്ങൾ എന്തിനാണ് അവരെ വംശഹത്യ ചെയ്യുന്നത്, ഞങ്ങൾക്കിത് സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനെതിരിൽ അടിക്കുകയോ അതല്ലെങ്കിൽ ആ നിലക്കുള്ള ആക്രമണം നടത്തുകയോ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. പിന്നെ എപ്പോഴാണ് ഇവരുടെ രാജ്യത്തെ കടന്നാക്രമിച്ചപ്പോൾ അവർ തിരിച്ചടി നൽകി. എന്താ ഇവിടെ മാറ്റർ? ഫലസ്തീനാണോ മാറ്റർ? അല്ല, മറിച്ച് യുറേനിയ സമ്പുഷ്ടീകരണമാണ്, ആണവോർജവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതാണ് ഇവിടെ മാറ്റർ. അപ്പം തങ്ങളടിച്ചപ്പോൾ അവർ തിരിച്ചടിച്ചു. എന്നിട്ട് അത് ഞങ്ങൾ മുസ്ലിമീങ്ങളുടെ സംരക്ഷകരാണെന്ന പ്രചാരണം ലോകത്ത് പലരും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും മുസ്ലിമീങ്ങളുടെ ശത്രുവിനാണ് അടികിട്ടിയത്. മുസ്ലിമീങ്ങളുടെ എക്കാലഘട്ടത്തിലുമുള്ള ജൂതരാജ്യമാകുന്ന ശത്രു തെമ്മാടി രാജ്യത്തിനാണ് അടികിട്ടിയത്. സംശയമല്ല, മുസ്ലിമീങ്ങൾക്കൊക്കെ അതിൽ സന്തോഷം ഉണ്ടാവും. യാതൊരു സംശയവും അതിലില്ല. നമ്മളെല്ലാവരും സന്തോഷിക്കുന്നു. അത് ഇനി ഇറാനല്ല, വേറൊരു അമുസ്ലിം രാജ്യം ഇസ്രായേലിനെ പോയി അടിച്ചാലും നമ്മളൊക്കെ സന്തോഷിക്കും. അത് അത്രമാത്രം അതിനെ കാണേണ്ടതുള്ളൂ. അതിലപ്പുറം ഇറാനാണ് ഞങ്ങളുടെ എല്ലാം, അതല്ലെങ്കിൽ ഇറാനാണ് ഇനി മുസ്ലിമീങ്ങളുടെ നേതൃത്വം, ഇറാനിനെ മുസ്ലിമീങ്ങളെ രക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന നിലക്കുള്ള പ്രചാരണത്തിനെതിരിലാണ് നമ്മൾ സംസാരിക്കുന്നത്. വസ്തുതകളായി കാണുക, അതല്ലാതെ വൈകാരികമായിട്ടല്ല ഇത്തരം കാര്യങ്ങളെ നമ്മൾ സമീപിക്കേണ്ടത്. ഞാനൊരൊറ്റ ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇപ്പോൾ ഫലസ്തീനിനോട് വലിയ താല്പര്യമാണ് ഇറാനിനുള്ളതെങ്കിൽ നിങ്ങൾക്കറിയോ, 2024 ഫലസ്തീനിലെ ഹമാസിൻ്റെ നേതാവ് ഇസ്മായിൽ ഹനിയ, ഫലസ്തീൻ മുൻ പ്രസിഡന്റായിരുന്നു അദ്ദേഹം ടെഹ്റാനിൽ വന്നപ്പോൾ ഇറാന്റെ മണ്ണിൽ വെച്ചാണ് ഇസ്രായേലിനാൽ കൊല്ലപ്പെടുന്നത്. അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു തിരിച്ചടി അന്ന് ഇറാൻ ചെയ്തോ? ഞങ്ങളുടെ നാട്ടിൽ വെച്ച്, ഞങ്ങളുടെ അധികാരപരിധിയിൽ വെച്ചാണ് നിങ്ങൾ ഹമാസിന്റെ നേതാവിനെ കൊന്നത്, ഞങ്ങൾക്ക് വിടാൻ കഴിയില്ല എന്ന് പറഞ്ഞൊരു പ്രത്യാക്രമണം നടത്തിയോ? നടത്തിയില്ല. അപ്പം അതെന്തേ? അതൊന്നും അല്ല അവരുടെ വിഷയം. ഇവരെ ആക്രമിച്ചപ്പോൾ തിരിച്ചാക്രമിച്ചു. ശരി, അത് ഇസ്രായേലിന് നല്ല ഒരു കിട്ടൽ കിട്ടി.
അത് നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അത് അപ്പുറം ആ ഒരു സംഗതികൾ മനസ്സിലാക്കുന്നതിൽ അപ്പുറത്തേക്ക് നമ്മൾ കടന്നുപോയി ഇത് പറയുന്നവരെ ജൂതന്മാരായി ചിത്രീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒരിക്കലും നമ്മൾ മാറരുത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഇറാന്റെ മണ്ണിൽ ഇന്ന് അഹ്ലുസുന്ന വലിയ പീഡനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് അവിടെ മതസ്വാതന്ത്ര്യമില്ല, ആവശ്യത്തിന് പള്ളികളില്ല, നിസ്കരിക്കുമ്പോൾ ലൗഡ് സ്പീക്കർ ഇടാൻ പാടില്ല, അതേപോലെ തന്നെ അവരുടെ ആചാരങ്ങൾ പ്രത്യക്ഷത്തിൽ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഒരുപാട് പീഡനങ്ങൾ സഹിച്ചുകൊണ്ടാണ് സ്വന്തം രാജ്യത്ത് അവിടെയുള്ള സുന്നികൾ കഴിഞ്ഞുകൂടുന്നത്. അവരെ രക്ഷിക്കാൻ ഇറാനിന് സാധിച്ചിട്ടില്ല, അവരെ പ്രശ്നം പരിഹരിക്കാൻ ഇറാനിന് സാധിച്ചിട്ടില്ല. എന്നിട്ട് ലോകത്തുള്ള മുസ്ലിമീങ്ങളൊക്കെ പാടെ പ്രശ്നം പരിഹരിക്കാൻ ഇനി ഇറാൻ മതി എന്ന് പറഞ്ഞു നടക്കുന്നതൊക്കെ എന്തുമാത്രം ഭോഷത്തരമാണ്. അതുകൊണ്ട് കാര്യങ്ങളായി മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ചെയ്യണമെന്ന് മാത്രം നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.